പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈഫൂൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ RC കാറാണ് ഗൈസ്. അതായത് എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് RC ആണ് നമ്മുടെ ഈ ഒരു ടൈഫൂൺ. അതായത് ഇതുണ്ടോ, ഹോബി വേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ് ഈ ടൈഫൂൺ എന്ന് പറഞ്ഞൊരു മോഡൽ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് 1/10 സ്കെയിൽ 4 വീൽ ഡ്രൈവ് ഒരു RC ആണ്. അതായത് ഒരു ട്രക്ക് ടൈപ്പ് RC ആണ്. അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ ബോഡി കാണുമ്പോഴൊക്കെ തന്നെ മനസ്സിലാവും, നമ്മുടെ ഒരു ട്രാക്സസ് എക്സ് മാക്സിൻ്റെയും ഈ പറഞ്ഞ പോലെ മാക്സ് അതേപോലത്തെ ആ സീരീസിലേക്ക് ഒരു വണ്ടിയുടെ ഡിസൈനാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ്. അപ്പോൾ എന്താ പറയുക, ഈ ബോക്സിൻ്റെ പുറത്ത് തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ എന്താ പറയുക, മോട്ടർ 550 പവർഡ് മോട്ടർ, വീലി ബാർ ഡിസൈൻ. അതായത് ഇതിൻ്റെ വീലി ഡിസൈനൊക്കെ ഈ വീലി മറ്റേ ബാറൊക്കെ വെച്ചിട്ടുള്ള ടൈപ്പാണ് ഇതിൽ വരുന്നത്. പിന്നെ അതേപോലെ ബോഡി ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിഫറൻഷ്യൽ, അതായത് മെറ്റൽ ഡിഫറൻഷ്യലാണ് ഇതൊക്കെ. പിന്നെ സാൻഡ് മാസ്റ്റർ ഇത്, അതായത് ഈ ടയർ എന്താ പറയുക, നമ്മുടെ മണ്ണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ടയറാണ്. അപ്പോൾ അതാണ് അവർ സാൻഡ് മാസ്റ്റർ ടയേഴ്സ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. പിന്നെ 3 kg, അതായത് 3 kgൻ്റെ അനലോഗ് സെർവോ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ 2.4 GHz റിമോട്ട്. പിന്നെ 2500 mAh ലിപ്പോ ബാറ്ററി ഇതിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ഗൈസ് ഹാർഡ് ആൻഡ് ഹെവി ഡസ്റ്റി മെറ്റൽ ഗിയേഴ്സ്, അതായത് ഭയങ്കര ക്വാളിറ്റി ഉള്ള ഗിയേഴ്സൊക്കെയാണ്. പിന്നെ അതെ ഫ്രണ്ട് CVD യൂണിവേഴ്സൽ ഡ്രൈവ് ഷാഫ്റ്റൊക്കെ മെറ്റലാണ് ഗൈസ്. അപ്പോൾ ഒരു അടിപൊളി മോഡലാണ് ഈ ഒരു സംഭവം, ട്രക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി. അൺബോക്സിങ്, അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് അത് നമുക്ക് ബോക്സ് ഒന്നും അടിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബോക്സ് കഴിക്കാൻ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിലുള്ള കാറ് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ RC. യെസ്, അതായത് സസ്പെൻഷനൊക്കെ ഒരു രക്ഷയില്ല, ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ടയേഴ്സൊക്കെ ഉണ്ടോ, ഭയങ്കര റബ്ബർ ടയർ, അടിപൊളിയാണ്. അതായത് ഇത് സാൻഡിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ടയറാണ്, ഇത് ഓഫ് റോഡ് ഒരു രീതിയിലുള്ള ടയറല്ല. അതായത് മണ്ണിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മണ്ണൊക്കെ പുഷ് ചെയ്ത് തള്ളി അങ്ങനെയൊക്കെ പോകും. അപ്പോൾ ആ ഒരു ഡിസൈനിലാണ് ഈ ഒരു ടയറൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതെ ഇതാണ് ഇതിൻ്റെ എന്താ പറയുക ബോഡി ഡിസൈൻ. കണ്ടോ, ഭയങ്കര ഒരു ഗ്രാഫിക്സ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ടൈപ്പാണ്. പിന്നെ അതേ ഹോബി വേ എന്നൊക്കെ പറഞ്ഞ അവരുടെ ബ്രാൻഡിൻ്റെ അവരതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റപ്സ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ ബാറ്ററി ചാർജർ ഒക്കെ വരുന്നത്, പിന്നെ അത് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 2S ലിപ്പോ 25C ഡിസ്ചാർജിങ് റേറ്റുള്ള 2500 mAh 7.4 ബാറ്ററി ആണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അതായത് ഒരു പ്രത്യേക ടൈപ്പ് ഡിസൈനാണ്. അത് കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുന്ന ഒരു മോഡലാണ്. ഞാൻ നിങ്ങൾക്ക് കാർ ഊരിയിട്ട് ബാറ്ററി വെക്കുന്ന ടൈപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇൻബിൽഡ് വരുന്ന ഒരു ബാറ്ററിയാണ്. സാധാരണ RC കാറിൻ്റെ കൂടെ ഒന്നും ബാറ്ററി ചിലപ്പോൾ കിട്ടാറില്ല, ചില മോഡൽസിൻ്റെ കൂടെയൊക്കെ കിട്ടാറുള്ളൂ. ഓക്കെ, പിന്നെ ഇത് അതിൻ്റെ ചാർജർ നമുക്ക് USB കേബിളിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. കണ്ടോ, ഓക്കെ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ബുക്ക്, ഇതിൻ്റെ മാനുവലും കാര്യങ്ങളൊക്കെയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് നോക്കി കണ്ടോ, വാണിങ്ങും പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഒരു ടോയ് കാർ എന്നൊരു കാറ്റഗറി അല്ലല്ലോ, ഇതൊക്കെ കുറച്ചും കൂടി പവർ കൂടിയ കാർസാണ്. അപ്പോൾ ഒരിക്കലും എന്താ പറയുക, ചെറിയ ചെറിയ പിള്ളേർക്ക് ഒന്നും മേടിച്ച് കൊടുക്കരുത്. അപ്പോൾ അതൊക്കെ ഭയങ്കര സീനാണ്, കാലിലൊക്കെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ തീർന്ന്. ഇത് ഇതിൻ്റെ കണ്ടോ, ഒരു RC കാറിൽ വരുന്ന എന്തൊക്കെ പാർട്സാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്രയും സാധനങ്ങൾ കാണിക്കേണ്ടി വരും. കണ്ടോ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കാറിൻ്റെ എന്താണ്, നമ്മുടെ ഒരു റിയൽ കാറിൻ്റെ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഇതൊക്കെ വരുന്നത്. ഡിഫറൻഷ്യലും അതേപോലെ ഗിയർ സിസ്റ്റവും കാര്യങ്ങളും എല്ലാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഒരു ബുക്ക് കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റിമോട്ടാണ് വന്നിരിക്കുന്നത്. അതായത് 2.4 GHz ഒരു റിമോട്ടാണ്. അത്യാവശ്യം ചെറിയ സ്പെക്ക്, അതായത് സ്റ്റിയറിംഗ് ട്രിമ്മ്, ത്രോട്ടിൽ ട്രിമ്മ് ഒക്കെ ആയിട്ടുള്ള ഒരു സെറ്റ് ബട്ടൺ ഒക്കെ ആയിട്ടുള്ളൊരു റിമോട്ടാണ്. ഒരു നോർമൽ ബേസ് റിമോട്ട് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, സ്റ്റിയറിംഗ് ഈ ക്വാളിറ്റി ഒക്കെ കൊള്ളാം കേട്ടോ. അതായത് ചില കാർസിനൊക്കെ വരാൻ നേരത്ത് ഇതിങ്ങനെ തിരിക്കാൻ നേരത്ത് വളഞ്ഞൊക്കെ പോകും ഇങ്ങനെയൊക്കെ. അത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ത്രോട്ടിൽ, ബ്രേക്ക് ഇതൊക്കെ നൈസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവൻ്റെ ബോഡി ഒന്ന് ഊരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു RC കാറിൻ്റെ ബോഡി ഊരുന്നത് വേറൊരു എന്താ പറയുക, നമ്മുടെ ഈ ട്രാക്സസിൻ്റെ എക്സ് മാക്സിൻ്റെ ഒക്കെ ലോക്ക് പോലെയൊക്കെ തന്നെ. ഇത് കണ്ടോ, ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. അതായത് സാധാ നോർമലി എന്താ പറയുക, ഒരു RC കാറിലൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ഒരു പിന്നുണ്ടാവും. പിന്നിലോട്ട് ഇപ്പോൾ ഒരു പോസ്റ്റിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് പിന്ന് ഇടുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പിന് ഇങ്ങനെയല്ല വന്നിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് തന്നെ അവർ അത് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ,
ഇതിങ്ങനെ പതിയെ തിരിച്ചിട്ട് ഇത് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ പോരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോക്കിംഗ് സെറ്റപ്സ്. ഇതുണ്ടോ ഫ്രണ്ടിലും അതെ ഉണ്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ബോഡി ഊരിയെടുക്കാൻ വേണ്ടി പറ്റും ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാസി വന്നിരിക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി ട്രേ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ബാറ്ററി വെക്കാനുള്ള ഒരു സ്പേസ് കണ്ടോ. അപ്പോൾ ആ ഒരു ട്രേ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മോട്ടർ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും കണ്ടോ. ഇതാണ് ഇതിൻ്റെ 550 മോട്ടർ വരുന്നത്. ഇതൊരു ബ്രഷ്ഡ് മോട്ടറാണ്. ഇത് നമുക്ക് ബ്രഷ്ലെസ്സിലോട്ട് അപ്ഗ്രേഡ് ചെയ്താൽ മാരക പവറായിരിക്കും, ഒരു രക്ഷ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എന്താ പറയുക, നമുക്ക് അതിൻ്റെ ഒരു ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുന്നതല്ല, ഭയങ്കര നീറ്റായിട്ട് തന്നെ ഇതിൻ്റെ ചാസിയുടെ ഭംഗി നമുക്ക് കാണാൻ പറ്റും കണ്ടോ. അത്യാവശ്യം അടിപൊളി, അതായത് ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ഒക്കെ തന്നെയാണ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഒക്കെ തന്നെയാണ്. ഇടിച്ചാലും തട്ടിയാലൊന്നും അങ്ങനെ പെട്ടെന്ന് പോകത്തൊന്നുമില്ല കണ്ടോ. അതിൻ്റെ ബമ്പറൊക്കെ കണ്ടോ, ഭയങ്കര ആ ടൈപ്പ്, അതായത് നമ്മുടെ ട്രാക്സസിൻ്റെ വണ്ടിയുടെ തന്നെ ഏകദേശം ഒരു ഡിസൈൻ കോപ്പിയൊക്കെ തന്നെയാണ്. പക്ഷേ നല്ല ക്വാളിറ്റിയിൽ അവർ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു സംഭവം, ഈ ഒരു എന്താ പറയുക, സസ്പെൻഷൻ്റെ മൗണ്ടൊക്കെ നമ്മുടെ എക്സ്മാക്സിൻ്റെ ഡിസൈൻ തന്നെയാണ് കണ്ടോ, ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബമ്പറൊക്കെ കാണാൻ അത്യാവശ്യം അടിപൊളി ഭംഗി. പിന്നെ ഇതിൻ്റെ ഡ്രൈവ് ഷാഫ്റ്റ് കണ്ടോ, അതായത് മെറ്റൽ ഡ്രൈവ് ഷാഫ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് കാർസിൻ്റെ ഒക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഡ്രൈവ് ഷാഫ്റ്റൊക്കെ പ്ലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ ഇത് ബെൻഡ് ആയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇടിച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് മെറ്റലാണ്, ഇതങ്ങനെ ക്രാക്ക് കാര്യങ്ങളൊന്നും വരത്തില്ല. അതേപോലെ തന്നെ ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടോ, ഈ ഒരു വീലാമ് എല്ലാം ഭയങ്കര ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അടിഭാഗത്തോട്ട് നോക്കിയത് ടൈഫോൺ എന്ന് പറഞ്ഞൊരു പേരൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഭയങ്കര നീറ്റ് ഡിസൈനാണ്. ഭയങ്കര നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനും കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര നീറ്റ് ഡിസൈനിൽ തന്നെയാണ് ഇവർ വന്നിരിക്കുന്നത്. ഈ ഒരു കാർസിൻ്റെ സസ്പെൻഷനിലോട്ട് വരുമ്പോഴത്തേക്കും ഇത് ഓയിൽ സസ്പെൻഷൻ അല്ല. ഓക്കെ, നോർമലി ഉള്ളൊരു സസ്പെൻഷനാണ്. അതാണ് ഇത് ഇത്ര ഇങ്ങനെ ഒരു ഉണ്ടോ, ഒരു എന്താ പറയുക, ഒരു ബൗൺസിങ്, എന്താ പറയുക, റബ്ബർ പന്ത് പോലെ ഒരു ബൗൺസിങ് കിട്ടുന്നുണ്ടോ. അപ്പോൾ ഈ സസ്പെൻഷൻ നമ്മൾ നേരെ ഇത് മാറ്റി അഴിച്ച് നമുക്ക് ഓയിലോട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു വണ്ടി മേടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സസ്പെൻഷൻ നമുക്ക് ഓയിൽ സസ്പെൻഷൻ മേടിക്കാൻ കിട്ടും. ഈ സ്പെയർ ഷോപ്പിലൊക്കെ കിട്ടും പുറത്ത്. അപ്പോൾ അവിടെ നിന്ന് സസ്പെൻഷൻ വാങ്ങുക, ഇത് ഓയിൽ സസ്പെൻഷൻ ആക്കി ഇടുക. അപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, നമ്മുടെ കുറച്ചും കൂടി വലിയ വലിയ RC കാറിൻ്റെ ഒക്കെ പോലത്തെ ആ ഒരു ടൈപ്പ് ആക്ഷൻ കിട്ടും. ഇതിപ്പോൾ ഭയങ്കര തൊട്ടാൽ ഇങ്ങനെ തുള്ളുന്ന ടൈപ്പ് ഒരു സെറ്റപ്പാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇതിൻ്റെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു സംഭവം ഈ സസ്പെൻഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് ചെയ്തുണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ വീലി ബാർ. അതായത് ഈ വണ്ടി ആക്സിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട് ഇങ്ങനെ പൊങ്ങിക്കഴിഞ്ഞാൽ സപ്പോർട്ടായിട്ടാണ് ഈ വീലി ബാർ വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, അത്യാവശ്യം, അതായത് ഇങ്ങനത്തെ വണ്ടികൾ, അതായത് ഈ ഒരു ബഡ്ജറ്റ് വണ്ടികളൊന്നും കാണൂല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവമൊക്കെ. അപ്പോൾ അത് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി ഈ ബാറ്ററി അങ്ങോട്ട് ക്ലിപ്പ് ചെയ്ത് തരാം കേട്ടോ. ഒരു ക്ലിപ്പ് ടൈപ്പാണ് വരുന്നത്. നിങ്ങൾ വെച്ച് ഓക്കെ പ്രസ് ചെയ്താൽ മതി, ഇത് സെറ്റായി. ഇനി നമുക്ക് ബോഡി ലോക്ക് ചെയ്യാം കണ്ടോ. ഈ ഫ്രണ്ടിലെ ഇത് കണ്ടോ, ഇതിങ്ങനെ സെറ്റ് ഫ്രണ്ടിലോട്ട് അങ്ങ് ലോക്ക് ചെയ്യാം. സെറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബോഡി ലോക്കായി കണ്ടോ. ഇത്രയും സിമ്പിൾ ഒരു പരിപാടിയാണ്. അല്ലെങ്കിൽ ചില കാർസിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ പോസ്റ്റിലോട്ട് വെച്ച് 4 പിന്നൊക്കെ ഇട്ട് ഭയങ്കര ചടങ്ങ് പിടിച്ച പരിപാടിയാണ് കേസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബൗൺസിങ് ഉണ്ട്, അത് ഒരു സസ്പെൻഷൻ മാറ്റി കഴിഞ്ഞാൽ അത് മാറും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു കളർ വേരിയേഷൻ നമ്മുടെ അടുത്തുണ്ട്. നമുക്ക് ആ ഒരു RC ഒന്ന് എടുക്കട്ടോ. ഇത് അതിൻ്റെ വേറൊരു കളർ വേരിയേഷനാണ്. ഇത് കണ്ടോ, റെഡ്, ബ്ലൂ, ഗ്രേ, ബ്ലാക്ക്, അങ്ങനത്തെ ഒക്കെ ഭയങ്കര വേറൊരു ടൈപ്പ് കളറാണ്. അപ്പോൾ ഈ ഒരു 2 ടൈപ്പ് കളേഴ്സ് കാറാണ് നമ്മുടെ അടുത്തുള്ളത്. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിപ്പോൾ ബാറ്ററി ഇട്ടു. പക്ഷേ ഇത് ആദ്യമായിട്ട് മേടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാനും കുറച്ച് എന്താ പറയുക നോക്കിയായിരുന്നു കുറേ. പിന്നെ എനിക്ക് മനസ്സിലായി, അപ്പോൾ ഇതിന് ഓൺ ഓഫ് ബട്ടൺ ഇല്ല. അതായത് ഈ കാറിന് ഓൺ ഓഫ് ബട്ടൺ വരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ കാറ് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇത് ചില വണ്ടികൾ പെയർ ചെയ്തായിരിക്കും വരുന്നത്. പക്ഷേ ഇത് ചിലപ്പോൾ പെയർ ചെയ്യേണ്ടി വരും, ബൈൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഇപ്പം നമ്മുടെ കാറ് ഓണാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ബൈൻഡിങ് ബട്ടൺ കണ്ടോ, ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, അപ്പോൾ ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക, ഓൺ ആക്കുക. അപ്പോൾ അതെ റെഡ് കത്തും, വിട്ടേക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഓഫ് ചെയ്യുക, പിന്നെ ഒന്ന് ഓൺ ആക്കുക കണ്ടോ. അപ്പോൾ ബൈൻഡായി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ബൈൻഡ് ചെയ്താൽ ചിലവർ ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ട്
ഓൺ ഓഫ് ബട്ടൺ സ്വിച്ച് അന്വേഷിക്കും, പക്ഷെ അത് കാണത്തില്ല ശരിക്കും. അത് ഇല്ലാത്തതുകൊണ്ടാണ് അത് കാണാത്തത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് ബൈൻഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ കാറ് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഓൾ സെറ്റാണ്. ഇതാണോ ഭയങ്കര ചാട്ടം പരിപാടിയൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഇത് നിലത്ത് വിടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവനെ കൊണ്ട് നൈസായിട്ട് നമുക്ക് പുറത്തോട്ട് പോകാം. പുറത്ത് മഴയാണ്, എന്താ അവസ്ഥ എന്നൊക്കെ നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ടെറസിൻ്റെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് അപ്പോൾ നമുക്ക് ഓണാക്കിയിട്ട് നമുക്കിവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. മഴയൊക്കെ പെയ്താകെ സീനായിട്ട് കിടക്കും. മാരക പവറാണ്. സീൻ പവറാണ് കേട്ടോ. ഇതിൻ്റെ ടയർ ഈ ഒരു ടയർ ആയതാണ് ഈ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നത്. ശരിക്കും ഇങ്ങനെയല്ല, ഒരു ടയറൊക്കെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. വെള്ളം തെറിച്ച് ഗൈസ്, ഹെവി പവർ സീന്. അപ്പോൾ ഈ സാധനം വാട്ടർ പ്രൂഫാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. നമ്മൾ വെള്ളത്തിൽ ഒടിച്ചിട്ട് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. മാരകം. ഗൈസ് മൊത്തം നനഞ്ഞ് ഗൈസ്. ഇത് കണ്ടോ ചെളി, ഇതെന്താണിത്? അപ്പോൾ വണ്ടിയുടെ പെർഫോമൻസ് പറയാനായിട്ട് ഒരു രക്ഷയില്ല. ഗൈസ് പെർഫോമൻസ് ആണ് നമ്മുടെ ഈ ഐറ്റത്തിന്. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയൊക്കെ നമുക്ക് നോക്കാം, തുറന്ന് നോക്കാം. ഉണ്ടോ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്, പക്ഷേ നോ സീൻ. അപ്പോൾ വണ്ടിയുടെ പെർഫോമൻസ് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, മാരക പെർഫോമൻസ് ആണ് കേട്ടോ. അതായത് ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ടെറൈൻ ആയതുകൊണ്ട് കുറച്ച് ഗ്രിപ്പുള്ള ടെറൈൻ ആയിരുന്നെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഇത് വീലൊക്കെ അടിച്ച് പോയേനെ. പക്ഷെ ഇതിപ്പോൾ എന്താ പറയുക, ഇവിടെ സ്ലിപ്പായി പോകുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്തായാലും ചെളിയിലിട്ടൊന്നും ഓടിക്കുന്നില്ല, കാരണം ഇനി പുറത്തൊക്കെ മഴയൊക്കെ പെയ്ത് ആകെ ചെളിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം നമ്മുടെ പരിപാടി. അപ്പോൾ ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് RC കാർ. ഒരു രക്ഷയില്ല, മാരക ഐറ്റം ഗൈസ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, മാരക ഐറ്റം. അതായത് ഒരു ബഡ്ജറ്റ് കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഗുണം ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി വൈസും അടിപൊളിയാണ്, പെർഫോമൻസ് വൈസും അടിപൊളിയാണ്. അപ്പോൾ ഈ ടൈഫൂൺ എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് പുറത്തുനിന്ന്, അതായത് നമ്മുടെ ഇന്ത്യയിൽ മേടിക്കാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്കിവിടെ സെയിലുണ്ടായി, നമുക്കിവിടെ ഒരു 5 എണ്ണം സെയിലുണ്ടായി. പക്ഷെ അതൊക്കെ സെയിലായി. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്ന പേജിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. എന്തെങ്കിലും സ്റ്റോക്ക് അവൈലബിൾ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ബൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 15,000 20,000 അതിൻ്റെ ഇടയിലായിട്ടാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. അതായത് അവൈലബിലിറ്റി അനുസരിച്ച് പ്രൈസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതിൻ്റെ സ്റ്റിയറിംഗ് സെറ്റപ്പ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടെ സ്റ്റിയറിംഗ് ട്രിം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീൽ അലൈൻമെൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീലിപ്പോൾ ഇൻ കേസ് റൈറ്റിലോട്ടായി പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ അലൈൻമെൻറ്റിൽ വീൽ അലൈൻ ചെയ്ത് നേരെയാക്കി സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ത്രോട്ടിൽ ട്രിമാണ്. അതിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ഇവിടെ നിന്ന് ചാടും. ഓക്കെ, ഇതിൻ്റെ പവർ മാരകമാണോ രക്ഷയില്ല. ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള സെർവോയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബഡ്ജറ്റ് RCനെ കുറിച്ച് പറയാനുള്ളത്. ഇതൊരു മാരക ഐറ്റം തന്നെയാണ്. അതായത് ഇത് വാങ്ങേണ്ടത് പുറത്തുനിന്ന്, അതായത് ദുബായോ കുവൈറ്റോ അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് ഇത് മേടിക്കാൻ കിട്ടും. അവിടെ ഈ പറഞ്ഞ പോലെ ഈ 15,000 രൂപയൊക്കെ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര ആവത്തില്ലായിരിക്കും, ചിലപ്പോൾ അതിൽ താഴെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഇന്ത്യയിൽ നിങ്ങൾക്ക് അറിയാലോ ടാക്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അത്രയും പൈസയാകും. പിന്നെ കുറച്ച് യൂസ്ഡ് RCs എല്ലാം നമ്മുടെ പേജിലുണ്ട്. ഞാൻ ആ ഇൻസ്റ്റാഗ്രാം ID അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിൽ നോക്കിയാൽ മതി, കുറേ കാർസ് സെയിലിന് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത RC ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.